ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഞങ്ങളുടെ ഒരു ടിപ്പിക്കൽ ഡേ ഇൻ മൈ ലൈഫ്, ലൈക്ക് മൈ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ ഫാമിലി. ഹാപ്പി മോർണിംഗ് എവ്രിബഡി. And family is an important part of everyone's life, right? So like my family is an important part of my life. രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യമാണ് കിടന്ന കട്ടിലൊന്ന് വിരിച്ചിട്ടിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാറുണ്ട്. എസ്പെഷ്യലി ഓൺ സൺഡേയ്സ് തക്കു എപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കും. കാരണം ബാക്കിയുള്ള എല്ലാ ബിസി ഡേയ്സിലും തക്കു എന്നെ മിസ് ചെയ്യാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരെ മിസ് ചെയ്യാറുണ്ട്. പക്ഷെ കൂടുതലും സ്പെഷ്യലി എൻ്റെ കൂടെ ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഞാൻ രാവിലെ വെളിച്ചെണ്ണ അടിച്ചപ്പോൾ കട്ടിയായിട്ടിരിക്കുന്നു. ഞാൻ പിന്നെ അത് ചൂടുവെള്ളത്തിനകത്തിൽ വെച്ചിട്ട് ആ വെളിച്ചെണ്ണ അലിയിച്ചെടുത്തിട്ട് കുഞ്ഞിൻ്റെ തലയിൽ വെളിച്ചെണ്ണ തേച്ച് ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടി പോകും. അതൊക്കെ എനിക്കിഷ്ടമാണ് ചെയ്യാൻ. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിൽ അവളെ കിട്ടാറില്ല. തക്കു ഈ വെളിച്ചെണ്ണ തേക്കുമ്പോഴാണെങ്കിൽ എന്തെങ്കിലും കരഞ്ഞെങ്കിലും ബുക്സ് വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്കാണെങ്കിൽ വശം കെടും. കാരണം തല അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ബുക്ക് മേടിച്ച് വെച്ചു. പക്ഷേ എന്നിട്ടും ആ മേടിച്ച് വെച്ചേക്കുന്ന ബുക്ക് പിന്നെ എടുത്തിട്ട് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ പുള്ളിക്കാരിക്ക് കഴിക്കാൻ കൊടുത്തതാണോ, പക്ഷേ കഴിച്ചില്ല. അപ്പം അതുകൊണ്ട് ഇടയ്ക്കൊരു ഏത്തയ്ക്ക കൊടുത്തു. അപ്പോൾ വെളിച്ചെണ്ണ എല്ലാം തേച്ച് കഴിഞ്ഞാൽ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി സെറ്റാക്കി. ആ മുടി കെട്ടുന്നതിൻ്റെ ആ ഒരു എക്സ്പ്രഷനാണ് മുഖത്ത് വരുന്നത്. മുടിയൊക്കെ കെട്ടി ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്താണെന്ന് അറിയാം, അവൾ ഇറിറ്റേറ്റ് ആവുന്ന കാര്യം. അവളുടെ മുടിയിലിങ്ങനെ പിടിച്ചിട്ട് ബാൻഡ് ഇടുന്നു, ഭയങ്കര ഇറിറ്റേഷനാണ്. ചില സമയത്ത് നല്ല മൂഡായിരിക്കും, ചില സമയത്ത് ചീത്ത മൂഡായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നവരെല്ലാവരും ചാടിയിറങ്ങും. കാരണം അതുപോലൊരു അലറാറുണ്ട്. പിന്നെ കെട്ടിക്കഴിഞ്ഞു പിന്നെ സ്നേഹപ്രകടനം നേരത്തേക്കുള്ള, അത് കഴിയുമ്പോൾ അടിയുണ്ടാകും. അവധി ദിവസങ്ങളിൽ 2 നേരേ ഉള്ളൂ ആഹാരം. കാരണം രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ 12:30 ആവും. അപ്പം രാവിലത്തെ ഇഡ്ഡലി സാമ്പാറും കഴിച്ചപ്പോൾ തന്നെ 12:30. ആ സമയത്ത് ക്യാമറ ഓൺ ചെയ്ത് വയ്ക്കാൻ മറന്നുപോയി. പിന്നെ തക്കുവിൻ്റെ മുടിയൊക്കെ കെട്ടിയിട്ട് വന്നിട്ട് ഞാനൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി. വിശാല മനസ്കത കാരണം ഞാൻ എല്ലാവർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. നാരങ്ങ വെള്ളം എല്ലാം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടൻചേട്ടനൊരു ബോധോദയം. എന്നാൽ പിന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് സൂപ്പിൻ്റെത് മേടിച്ച് വെച്ചിട്ടുണ്ട്, നോറ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന്. അപ്പോഴത്തേക്ക് തക്കു സ്കൂളിലേക്ക് കഴിഞ്ഞ് വന്നു. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുളിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇൻസ്റ്റൻറ്റ് സൂപ്പ്. കണ്ടിട്ട് എനിക്ക് കുടിക്കാൻ തോന്നിയില്ല, പക്ഷേ അച്ഛനും മോളും കൂടെ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഐ തോട്ട് ടു പ്രിപ്പയർ ബിരിയാണി. തക്കു അത് കേട്ടുകൊണ്ട് തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കിച്ചണിൽ നിന്ന് എടുത്തിട്ട് തക്കു ഷെഫ് അറ്റയർ എടുത്തിട്ടിട്ട് ഷീ വാസ് ബിഗാൻ ടു മേക്ക് എ ബിരിയാണി പ്ലേഫുള്ളി. ഞാൻ ചിക്കൻ എടുത്തിട്ട് ചിക്കൻ വൃത്തിയാക്കണം. ചിക്കൻ കാല് കണ്ടോ? ഞങ്ങളുടെ വീട്ടിലൊരു ചിക്കൻ കാല് സൈക്കോ ഉണ്ട് ഗൈസ്. വേറെ ആരുമല്ല, ചിക്കൻ കാല് സൈക്കോ നമ്മുടെ തക്കുവാണ്. അപ്പം തക്കു ചിക്കൻ കാലിൻ്റെ ആളാണ്. സോ അതുകൊണ്ട് എപ്പോഴും ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ ലെഗ് പീസ് തക്കുവിന് കൊടുക്കാറാണ് ചെയ്യാറ്. ഞാനവിടെ ചിക്കൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ തക്കു ഇവിടെ പുതിനയുടെ ഇലയിട്ട് ഇടിച്ചിട്ട് അതിന് ജ്യൂസ് ഉണ്ടാക്കി സൂപ്പ് ഉണ്ടാക്കുകയാണ്. ഹസ്ബൻഡിന് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പം ബിരിയാണി വെന്ത് കഴിച്ചിട്ട് പോകാൻ അത് നടക്കത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, കുറച്ച് ഗോതമ്പൊടിയും ഒരു ലേശം മൈദമാവും കൂടി ഇട്ട് കുഴച്ച്, പുള്ളിക്ക് ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മൈദമാവും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുഴച്ച് അങ്ങനെ ഒരു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനതെല്ലാം കുഴച്ചെടുക്കാം. മൈദമാവും ഞാൻ എപ്പോഴും ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ അതിനകത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട്. അപ്പം അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ കുറച്ചും കൂടെ മയം ചപ്പാത്തിക്ക് വരും. പിന്നെ ചപ്പാത്തി നമ്മൾ പരത്തി അടുപ്പിലോട്ട് ഇടുമ്പം അത് പൊങ്ങി വരും. എന്താ പറയില്ലേ, ബുസ്സെന്ന് പൊങ്ങി വരുന്ന പൂരി, അതേപോലെ ബുസ്സെന്ന് പൊങ്ങി വരുന്ന ചപ്പാത്തി കിട്ടും. ആര് കിച്ചണിൽ നിൽക്കുവാണെങ്കിലും തക്കു അവരുടെ കൂടെ കിച്ചണിലുണ്ടാവും. ഞാൻ നേരത്തെ ചിക്കൻ ക്ലീൻ ചെയ്തപ്പോൾ തക്കു പുതിന ഇടിയനകത്തിൽ ഇടിച്ചില്ലേ. അപ്പോൾ തക്കു പുതിന ഇടിയനകത്തിൽ ഇടിച്ചു കഴിഞ്ഞപ്പോൾ തക്കുവിനൊരു റിസൾട്ട് കിട്ടി. അതായത് പുതിനയുടെ നീര് ഇടിച്ച് പിഴിഞ്ഞൊരു പാത്രത്തിലാക്കി. അപ്പോൾ അതെന്നെ കൊണ്ട് കാണിക്കുകയാണ്. ഭയങ്കര ഹാപ്പിനെസ് പുള്ളിക്കുണ്ട്. കാരണം പുള്ളി ചെയ്തതിൽ ഒരു റിസൾട്ട് കിട്ടിയല്ലോ നമുക്കും ഹാപ്പിനെസ് അല്ലേ. കാരണം എന്താ, നമ്മളുടെ മക്കളുടെ മുഖത്തെ സന്തോഷം കാണുമ്പം നമുക്കും ഒരു സന്തോഷം. ഇഫ് യു ലവ് സമ്മൺ, നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്പെഷ്യലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ എനിക്കൊരു സ്പെഷ്യൽ ഫീൽ തോന്നാറുണ്ട് കുട്ടൻചേട്ടന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഈവൻ നിങ്ങൾക്കും തോന്നാറുണ്ടാവും, നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ. Cooking is often a social activity. Women may cook together with their children or involve family members in the process. For instance, children may be tasked with helping with simple tasks like stirring
or setting the table. This creates a sense of bonding and shared experience around meals, making cooking a family affair. ഈ കാര്യങ്ങളൊന്നും കേട്ട് ആരും ഞെട്ടിത്തെറിക്കണ്ട. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാർ ജോലി ചെയ്യുമ്പോൾ ഭർത്താക്കന്മാർ വന്ന് സഹായിക്കണം. നമ്മുടെ മക്കൾ ആ ഒരു തുടക്കത്തിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു തരും. ഹസ്ബൻഡിന് ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒരു ചപ്പാത്തി എക്സ്ട്രാ ഉണ്ടാക്കി. അതിന് മുന്നേ ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നു അമ്മയ്ക്ക് ചപ്പാത്തി വേണമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ചപ്പാത്തി ഉണ്ട്. അപ്പോൾ എനിക്കും ഉണ്ടാക്കിയില്ല. ഹസ്ബൻഡിനും മോൾക്കും മാത്രം ഞാൻ ഉണ്ടാക്കി. മോൾക്കൊരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൽ ഞാൻ പീനട്ട് ബട്ടർ തേച്ചിട്ട് റോൾ ചെയ്തിട്ട് കൊടുക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയിൽ പീനട്ട് ബട്ടർ തേച്ച് റോൾ ചെയ്ത് കഴിക്കാനായിട്ട്. ഹസ്ബൻഡ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഓൾറെഡി ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. ഇനി മോൾക്കും കൂടെ കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവാണ്. ആഫ്റ്റർ മൈ പ്രെയർ ഐ ബിഗാൻ പ്രിപ്പയറിങ് ദ ബിരിയാണി. ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം തക്കു അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ അവിടെ തൈര് ഇരിക്കുന്നത് കണ്ട്. സാലാഡ് ഉണ്ടാക്കാൻ വേണ്ടി പുറത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ തക്കുവിന് എന്നോട് ചോദിച്ചു എനിക്ക് കുറച്ച് തരുമോയെന്ന്. അപ്പോൾ ഞാനൊരു ബൗളിനകത്തിലാക്കി കൊടുത്തു. ആക്ഷനൊക്കെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഐസ്ക്രീം ആണെന്നും പറഞ്ഞ് തൈര് കോരി 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 കഴിക്കുകയാണെന്ന്. ബിരിയാണിയൊക്കെ റെഡിയായി. ഞാനും തക്കും കൂടെ കഴിക്കാനിരുന്നു. ഞാൻ വീഡിയോ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഡൈനിങ് ടേബിളിലോട്ട് വന്നത്. കാരണം അമ്മ വീഡിയോ എടുക്കില്ല, നമ്മുടെ ഡ്രസ്സൊക്കെ മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വീഡിയോസിലൊന്നിലും ഇല്ല. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ അംഗമെല്ലാം കഴിഞ്ഞു, തക്കുവിൻ്റെ പോരാട്ടം എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് ഉറക്കമാണ്. അടങ്ങിയിരിക്കത്തില്ല, എന്ത് ചെയ്താലും തക്കുവിൻ്റെ മുടിയൊക്കെ ചീകി കെട്ടി കിടത്തി ഉറക്കാൻ പോവാണ്. കഥയൊക്കെ പറയുന്നുണ്ട്, അതങ്ങനെയായിരുന്നമ്മ, ഇതിങ്ങനെയായിരുന്നമ്മ, അതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് എന്നോട്. അപ്പം അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് തക്കു ഞാനും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ, ഗുഡ് നൈറ്റ്, വിൽ സീ യു വിത്ത് അനദർ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.